നിത്യസത്യമായ ദൈവത്തിൻ്റെ പ്രിയദാസരെ, വണക്കമാസത്തിൻ്റെ 6-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിത്യമായ സ്നേഹത്തിൻ്റെ ദിവ്യബലിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും. ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായി അനേകർ കഴിയുന്നു. മനുഷ്യർ പാപം നിമിത്തം അവിടുത്തെ ഉപദ്രവിക്കുന്നതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല. ഈശോ ഒരു പുണ്യവതിക്ക് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ്. മനുഷ്യർ എൻ്റെ അനന്തമായ സ്നേഹം അറിഞ്ഞ് കൃതജ്ഞത ഉള്ളവരായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളെക്കാൾ അധികമായി പീഡകൾ സമ്മനസ്സോടെ ഇനിയും സഹിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ കൃതജ്ഞതയില്ലാത്തവരായി കാണുന്നതാണ്. ഈശോയുടെ ഈ ദുഃഖകരമായ ഈ വചനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. മധുരിമയേറുമാ സ്നേഹമറിഞ്ഞിടാൻ മധുരിമയേറുമാ സ്നേഹമറിഞ്ഞിടാൻ മമതകളേതും ഉപേക്ഷിക്കണം. മമതകളേതും ഉപേക്ഷിക്കണം. തിരുഹൃദയം തരും കരുതലറിഞ്ഞിടാൻ തിരികെ നടക്കേണം ജീവിതത്തിൽ. ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ശക്തിയൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു. എത്രയും മാധുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്താപപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തി അരുളണമേ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, ഈ ഭൂമിയിലെ ആത്മാക്കൾ ഞങ്ങളുടെ സ്വർഗീയ ദാനങ്ങൾ പ്രാർത്ഥനയിലൂടെ പരസ്പരം പങ്കുവയ്ക്കുന്നതാണ് ദൈവഹിതം. സ്വർഗീയ ഭവനത്തിൽ അവരെത്തിച്ചേരുമ്പോൾ ലോകത്തിലെ സർവോത്മക കുടുംബത്തിൻ്റെതിനേക്കാൾ
ഉപരിയായ കൃതജ്ഞത നിർഭരമായ ഒരു സ്നേഹത്തോടെ, ഒരു വാത്സല്യത്തോടെ അവർക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നതിന് വേണ്ടിയാണത്. പ്രിയമുള്ളവരെ, മണക്കമാസത്തിൻ്റെ 6-ാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് അനാഥരായി പോകുന്ന കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധക്കെടുതി മൂലം അനാഥരാകുന്നവർ, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, തെരുവോരങ്ങളിൽ കഴിയുന്ന നിരവധി കുട്ടികൾ, അനാഥരായ കുട്ടികളുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുവാൻ മുന്നോട്ടിറങ്ങിയ മദർ തെരേസയുടെ ആ സ്നേഹ വായ്പകൾ നമുക്ക് തിരിച്ചറിയാം. സ്നേഹത്തോടെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള അനാഥരായ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സംരക്ഷിക്കുവാൻ, അവരെ സഹായിക്കുവാൻ മുന്നോട്ട് നമുക്ക് വരാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.